തകരാറിലായ ഓട്ടോറിക്ഷ കെട്ടിവലിച്ച വടത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. ഇന്ന് രാവിലെ ദേശീയപാതയിൽ ആലുവ അമ്പാട്ടുകാവിലാണ് സംഭവം നടക്കുന്നത്. ആലുവ തോട്ടുമുഖം സ്വദേശിയായ പരേതനായ അബ്ബാസിൻ്റെ മകൻ എ ഭഗത് എന്ന 19-കാരനാണ് ദാരുണമായി മരണപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ തകരാറിലായ ഓട്ടോറിക്ഷ കെട്ടിവലിച്ചുകൊണ്ട് വരുന്ന സമയം യു ടേൺ തിരിയുകയും അതുവഴി വടം കാണാതെ ഭഗത് അപകടത്തിൽപ്പെടുകയായിരുന്നു. തൽക്ഷണം തന്നെ അപകടത്തിൽപ്പെട്ട ഭഗതിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ അപകടം സംഭവിച്ചത് എങ്ങനെയെന്നുള്ളത് വിവരം വ്യക്തമായത് CCTV ദൃശ്യങ്ങളിലൂടെയാണ്. ആ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഓട്ടോറിക്ഷ കെട്ടിവലിച്ച വടത്തിൽ കുരുങ്ങിയാണ് യുവാവിന് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ISROയിൽ നാളെ പരിശീലനത്തിന് ചേരേണ്ടിയിരുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഈ ഭഗത്. കളമശ്ശേരി ITI വിദ്യാർത്ഥിയാണ്. പിതാവിൻ്റെ മരണത്തെ തുടർന്ന് മാതാവ് മാത്രമുള്ള ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ഭഗത്. ഇന്ന് രാവിലെയാണ് ഭഗതിൻ്റെ മരണത്തിനിടയാക്കിയ ദാരുണമായ ആ അപകടം സംഭവിച്ചത്. ദേശീയപാതയിലൂടെയാണ് ഓട്ടോറിക്ഷകൾ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളുമില്ലാതെ, സുരക്ഷാ മുന്നറിയിപ്പും നൽകാതെ ഈ ഓട്ടോറിക്ഷ കെട്ടിവലിച്ചു കൊണ്ടുപോയത്. തകരാറിലായ ഒരു ഓട്ടോറിക്ഷ മറ്റൊരു ഓട്ടോറിക്ഷ ഉപയോഗിച്ച് വടം ഉപയോഗിച്ച് കെട്ടി വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഈ സമയം അമ്പാട്ടുകാവിലെ യു ടേൺ തിരിയുകയും ചെയ്തു. ഈ യു ടേൺ തിരിയുന്ന സമയത്താണ് ഇതുവഴി ബൈക്കിൽ കടന്നുപോയ ഭഗത് ഈ കയർ കാണാതെ വരികയും കയറിലേക്ക് പെട്ടെന്ന് അപകടത്തിൽപ്പെടുകയും ബൈക്ക് മറിഞ്ഞു പോവുകയും ഈ റോഡിലേക്ക് വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ ഭഗതിനെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ ക്ഷതം സംഭവിച്ചതുകൊണ്ടാണ് മരണകാരണമെന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഏതായാലും ആദ്യം ഈ അപകടത്തെപ്പറ്റി എന്താണ് സംഭവിച്ചതിനെ പറ്റിയുള്ള വിവരങ്ങൾ ആദ്യം ലഭിച്ചിരുന്നില്ല. പിന്നീട് സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിലെ CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ളൊരു അപകടമാണ് സംഭവിച്ചത്. യുവാവിൻ്റെ ദാരുണമായ മരണത്തിന് കാരണമായ അപകടം ഇത്തരത്തിൽ അശ്രദ്ധ കൊണ്ട് നടന്നതാണെന്ന് വ്യക്തമാവുകയായിരുന്നു.